ഈ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും ഭാഗ്യവാന്മാരായിട്ടുള്ള സമ്മതിദായകർ ഏത് നിയോജക മണ്ഡലത്തിലാണ് ഉള്ളത് പോകുക എന്ന് ആരെങ്കിലും എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ നിസ്സംശയം ഞാൻ പറയും അത് വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലാണെന്ന്. കാരണം അവിടെയാണ് ശ്രീമതി ആർ ശ്രീലേഖ മത്സരിക്കുന്നത്. ഞാൻ ഇത്ര സന്തോഷത്തോടുകൂടിയും ഇത്ര ധൈര്യത്തോടുകൂടിയും ഇത്ര ആവേശത്തോടുകൂടിയും അവരെക്കുറിച്ച് പറയാൻ അല്ലെങ്കിൽ ആ മണ്ഡലത്തെക്കുറിച്ച് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം നിഷ്കളങ്കയായിട്ടുള്ള ഒരു വ്യക്തിയാണ് ആർ ശ്രീലേഖ. അവരുടെ മത്സര സാന്നിധ്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ മണ്ഡലത്തിന്റെ ഒരു ഭാഗ്യം തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഒട്ടും തന്നെ രാഷ്ട്രീയത്തരമില്ലാത്ത ഒരു ആളാണ്. കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മുടെ നാട്ടിലുള്ള പാർട്ടി ഭേദം കൂടാതെയുള്ള ജനസേവന വ്യവസായികൾ അങ്ങേയറ്റം തസ്കരപ്പറ്റോടുകൂടിയാണ് നമ്മളെ സേവിക്കാനായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. അവരുടെ ചിരിയിൽ പോലും ഒളിഞ്ഞിരിക്കുന്ന ഒരു തസ്കരാസക്തി, നിന്നെയൊക്കെ വലിപ്പിച്ച് ഞാൻ കയ്യിൽ തരുമടാ, നീ ഒരു വോട്ട് എനിക്ക് തരൂ, നിന്നെയൊക്കെ കുളിപ്പിച്ച് കിടത്തി തരാമെന്ന് പറയുന്ന തരത്തിലുള്ള അത്രത്തോളം എളിമ നിറഞ്ഞ തസ്കരാസക്തിയും കള്ളത്തരവും, മുഖത്ത് നോക്കി കള്ളം പറയാൻ യാതൊരു മടിയുമില്ലാത്ത ഒരു കൂട്ടരാണ് ഇന്നത്തെ കാലത്തെ ജനസേവന വ്യവസായികൾ എന്ന് പറയുന്ന ഒരു ബോധ്യമാണ് അത് ഏത് പാർട്ടിയിലുള്ള ജനസേവന വ്യവസായികളും നമ്മുടെ മുന്നിൽ അത്തരമൊരു പ്രതീതിയാണ് എത്തിച്ചിട്ടുള്ളത് അല്ലേ. വളരെ സവിശേഷമായിട്ടുള്ള ഒരു കള്ളത്തരം അവർ പേറുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു കാലത്ത് തീർച്ചയായിട്ടും ഇത്രത്തോളം നിഷ്കളങ്കയായിട്ടുള്ള ഒരു വ്യക്തി സമ്മതിദായകരുടെ മുന്നിലേക്ക് വോട്ട് തരൂ, ഞാൻ നിങ്ങളെ സേവിക്കാം, ഞാനതിന് തയ്യാറാണ്, ഞാനതിന് യോഗ്യയാണ് എന്ന് പറഞ്ഞ് നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും നമ്മുടെ സമ്മതിദാനം നമ്മൾ വിനിയോഗിക്കണമെന്ന് പറയുന്ന ഒരു വിചാരം എൻ്റെ ഉള്ളിൽ ഉണ്ടായത് കൊണ്ടും അവിടെ വോട്ട് എനിക്കില്ലാത്തത് കൊണ്ടും ഞാൻ ആ നിയോജക മണ്ഡലത്തിലെ ഒരു സമ്മതിദായകനല്ലാത്തത് കൊണ്ടും അവർക്ക് വോട്ട് നൽകാനുള്ള ഭാഗ്യം എനിക്കില്ലാതെ പോയത് കൊണ്ടും അവിടെയുള്ള നിഷ്പക്ഷരായിട്ടുള്ള വോട്ടർമാരോട് പോകാൻ ഒരു അഭ്യർത്ഥന നടത്തുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ആർ ശ്രീലേഖയെ ഒന്ന് പരിഗണിക്കണം. കഴിഞ്ഞ ദിവസം ഞാൻ അവരുമായി ശ്രീ ഷാജൻ സ്കറിയ നടത്തിയിട്ടുള്ള ഒരു അഭിമുഖ സംസാരം കേട്ടു എന്ന് പറഞ്ഞു. അതിന് മുന്നോടിയായിട്ട് ഒരു കാര്യം പറയേണ്ടതുണ്ട്. ഒരു ചെറിയ മുഖവുര ആവശ്യം വരുമായിരിക്കും ഈ സംസാരത്തിന്. കാരണം ഞാനൊരു പ്രശംസകനല്ല എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം, വിമർശകനാണ്. എന്നാൽ എൻ്റെ വിമർശനത്തിന്റെ പിന്നിൽ വിരോധമോ വെറുപ്പോ ഇല്ല എന്നുള്ള കാര്യം വളരെ ആത്മാർത്ഥമായി നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാവണമെന്ന് പറയുന്ന ഒരു എളിയ അപേക്ഷ എനിക്കുണ്ട്. എൻ്റെ വിമർശനത്തിന്റെ അടിസ്ഥാനം വിരോധമല്ല. വാസ്തവത്തിൽ ഞാനൊരു കളപറയ്ക്കുന്ന വേരിന് ജലം പകരുന്ന നിലയിലുള്ള വിമർശനമാണ് നടത്തിയിട്ടുള്ളത്. എക്കാലവും അങ്ങനെ തന്നെയാണ്. പിന്നെ സംസാരിക്കുന്ന സമയത്ത് എൻ്റെ ശൈലിയിൽ ചിലപ്പോൾ ഒരുപക്ഷെ ഞാനൊരു അത്ര കണ്ട് സംസ്കൃതീകരിക്കപ്പെട്ട മനുഷ്യനല്ലാത്തത് കൊണ്ടും എൻ്റെ ഒരു സ്വഭാവ ദൂഷ്യം കൊണ്ടും ഒക്കെ ചിലപ്പോൾ ഒരുപക്ഷെ കടന്നു പറയും, മോശമായ പദപ്രയോഗങ്ങളൊക്കെ നടത്താറുണ്ട്, അതല്ലെങ്കിൽ ഒരു അല്പം പരിഹാസ ബുദ്ധിയോടുകൂടി ഞാൻ കാര്യങ്ങൾ അവതരിപ്പിക്കാറുണ്ട് എന്നൊക്കെ ഉള്ളത് സത്യമാണ്. അത് എൻ്റെ ഒരു ദൗർബല്യം മാത്രമാണ്. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും എൻ്റെ വിമർശനങ്ങൾ വെറുപ്പ് കൊണ്ടോ വിരോധം കൊണ്ടോ ആണെന്ന് വിചാരിക്കാതിരിക്കുക. മുൻകൂർ ജാമ്യം എടുത്തതല്ല, അബദ്ധവശാൽ എൻ്റെ സ്വഭാവം ഇതായതുകൊണ്ട് ഒരു ദോഷേകതൃക്കായി പോയത് കൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞു പോയാലോ. കാരണം ആ അഭിമുഖത്തിനകത്ത് അസ്വീകാര്യമായി എനിക്ക് തോന്നുന്നു ആസ്വദിക്കാൻ കഴിയാത്ത ചോദ്യങ്ങളും പറച്ചിലുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ അത് യൂണിഫോം ചട്ടം അനുസരിച്ച് അത് ചെയ്യാൻ പാടില്ല. അപ്പോൾ എൻ്റെ ഉള്ളിൽ മറ്റൊരു ആശങ്ക കൂടി തോന്നി. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാസ്തവത്തിൽ അവരോടുള്ള ചോദ്യങ്ങൾ പലപ്പോഴും അവരെ അബദ്ധത്തിൽ കൊണ്ട് ചാടിക്കാൻ പറ്റുന്ന തരത്തിലുള്ളതായിരുന്നു എന്ന് പറയുന്ന ഒരു തോന്നൽ എൻ്റെ ഉള്ളിലുണ്ട്. പ്രത്യേകിച്ച് മേയർ ആവാൻ കഴിയാത്തതിന്റെ വിഷമം ഇപ്പോഴും ബാക്കിയുണ്ടോ? അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അവർ നിഷ്കളങ്കയായിട്ടുള്ളൊരു വ്യക്തിയാണ്. അവർ ഒരിക്കലും പൂർണ്ണാർത്ഥത്തിൽ രാഷ്ട്രീയക്കാരിയല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ചിലപ്പോൾ ഒരുപക്ഷെ ഒരാളുടെ ചോദ്യത്തിൻ്റെ ഉള്ളു മനസ്സിലാക്കാൻ സാധിക്കാതെ അവർക്ക് മറുപടി പറയേണ്ടതായിട്ടുള്ള സാഹചര്യം വരും. നിഷ്കളങ്കമായി മറുപടി പറയും. അത്തരം മറുപടികളിൽ ചിലപ്പോൾ പെട്ടുപോകാനുള്ള വലിയ സാധ്യതയുണ്ടായിരുന്നു. എങ്കിൽ പോലും തീർച്ചയായിട്ടും അവരുടെ ഒരു പ്രത്യേക ഒരു ബൗദ്ധിക നിലവാരം കൊണ്ടായിരിക്കാം അവർക്കൊരു പരിധിവരെ അതിനെ മറികടക്കാൻ സാധിച്ചു. അട്ടിമറിയല്ല എന്ന് പറഞ്ഞു. അതേസമയം തന്നെ അവർക്കുണ്ടായിട്ടുള്ള നൈരാശ്യത്തെ അവർ കൃത്യമായി വർണ്ണിച്ചു. അവർ പാവം ഒരു സ്ത്രീയാണ്, വളരെ വ്യക്തിഗുണമുള്ള, വളരെ സദ്ബുദ്ധിയുള്ള, നേരുള്ള ഒരു സ്ത്രീയാണ്. തീർച്ചയായിട്ടും അവരെ പോലെ ഒരാൾ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ വിജയിച്ചു വരുന്നത് നല്ലൊരു കാര്യമാണ്. ആ മണ്ഡലത്തിന് എന്ന് പറയുന്ന ഒരു വിചാരം എനിക്കുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിത് സംസാരിക്കുന്നത്. ശ്രീ ഷാജൻ സ്കറിയ മറുനാടൻ മലയാളി എന്ന ചാനലിലൂടെ ഞാനുമായിട്ടിരുന്ന് ചെയ്ത ഇന്റർവ്യൂ കുറച്ചൊന്നും അല്ല പ്രശ്നം എനിക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് കഴിഞ്ഞപ്പോൾ മുതൽ ഞാൻ ഷാജനോട് പറയുന്നുണ്ട്, എന്തോ ഒരു അസംതൃപ്തി തോന്നുന്നുണ്ട്. നമുക്കിത് വേണോ ഷാജൻ? ഞാൻ വീണ്ടും ഒരു ദിവസവും കൂടെ വരാം, നമുക്കിതിരുന്ന് ചെയ്യാം, വീണ്ടും ചെയ്യാമെന്ന് പറഞ്ഞു. എനിക്കന്ന് രാത്രി സത്യം പറഞ്ഞ ഒരു വെപ്രാളമായിരുന്നു. ഉറങ്ങാനൊന്നും ശരിയായിട്ട് പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ രാത്രിയിൽ 1:30, 2, 3 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ മെസ്സേജ് ഇട്ടത്. ഷാജൻ എന്നെ തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞു, അങ്ങനൊന്നും ഇല്ല, ഞാനത് എഡിറ്റൊക്കെ ചെയ്ത് നന്നായിട്ട് കൊടുത്തോളാം, നന്നായിട്ടേ പോസിറ്റീവായിട്ടേ ഇടുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ഞാൻ ശരിയെന്ന് പറഞ്ഞു. ടോമിൻ തച്ചകരിയും ഞാനും തമ്മിൽ ഇപ്പോൾ നല്ല സൗഹൃദത്തിലാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പഴയ കാര്യങ്ങളൊന്നും പറയില്ല എന്ന് ഞാനൊരു വാഗ്ദാനം കൊടുത്തതാണ്
എന്നുള്ള എൻ്റെ തന്നെ തോന്നലിൻ്റെ പുറത്താണ് എനിക്കിങ്ങനെ മനസ്സിലിങ്ങനെ ഒരു പ്രയാസം കിടന്നത് കൊണ്ടുമാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ PR പ്രവർത്തനം അതുവഴി സ്വാഭാവികമായിട്ടും ജനങ്ങളിലേക്ക് എത്തുക എന്ന് പറയുന്ന ഒരു പ്രചാരണ തന്ത്രം അടുത്ത കാലത്തായിട്ട് നമ്മുടെ എല്ലാ പാർട്ടികളും സ്വീകരിക്കുന്നുണ്ട്. PR വിജയൻ എന്ന് നമ്മൾ പലവട്ടം ഈ ചാനലിൽ ഇരുന്നു കൊണ്ട് ഞാൻ തന്നെ പലവട്ടം സംസാരിച്ചിട്ടുണ്ട്. PR വിജയൻ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. PR എന്ന് പറയുന്ന ആ ഒരു വാക്ക് ഒരുപാട് തവണ നമ്മുടെ ഇവിടെ ഈ ചാനലിൽ നമ്മുടെ സംസാരത്തിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുമുണ്ട്. ഇന്നിപ്പോൾ കൂടുതൽ ആളുകൾ ആ PR പ്രവർത്തനത്തെക്കുറിച്ച്, സർക്കാരിൻ്റെ PR പ്രവർത്തനത്തെക്കുറിച്ച്, CPMൻ്റെ PR പ്രവർത്തനത്തെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കാൻ തുടങ്ങി എന്ന് പറയുന്നൊരു സന്തോഷവും എനിക്കുണ്ട്. അങ്ങനെ ഒരു വശത്ത് PR പ്രവർത്തനത്തിലൂടെ CPM വളരെയേറെ മുന്നോട്ട് പോകുന്ന സമയത്താണ് നമ്മുടെ ശ്രീമതി R ശ്രീലേഖയുടെ ഈ ഒരു സംസാരം ഞാൻ കാണുന്നത്. അതൊരു PR പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ളതല്ല എന്ന് 100% എനിക്ക് ഉറപ്പുണ്ടായി. അതുകൊണ്ടാണ് ഞാൻ ഇത് ചേർത്ത് വെച്ച് പറയുന്നത്. കുറേ കൂടി BJP ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എത്ര മനോഹരമായിട്ടാണ് PR പ്രവർത്തനത്തിലൂടെ ജനമനസ്സുകളിലേക്ക് വേറൊരു തരം മുഖ്യമന്ത്രിയെ ജനങ്ങളുടെ മനസ്സിലേക്ക് അവതരിപ്പിക്കാൻ ശ്രമിച്ച് ഒരു പരിധിവരെ വിജയിച്ചു നിൽക്കുന്നത്. മോഹൻലാലുമായിട്ടുള്ള ആദ്യത്തെ അഭിമുഖ സംസാരം, അതിനകത്ത് ചിരിച്ച് മറിയുന്ന, വളരെ സന്തോഷത്തോടെ പെരുമാറുന്ന, സിനിമയെ ഇഷ്ടപ്പെടുന്ന, വളരെ സുകുമാര കലകളിലൊക്കെ വളരെ താല്പര്യമുള്ളതായിട്ടുള്ള ഒരു പിണറായി വിജയനെ മോഹൻലാലിലൂടെ ജനമധ്യത്തിലേക്ക് എത്തിക്കാൻ ആ PR ഏജൻസിക്ക് തീർച്ചയായിട്ടും സാധിച്ചു. അതിനുശേഷം ഡിജിറ്റൽ കാല മാധ്യമത്തിലെ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ അത്യാവശ്യം ഗംഭീരമായിട്ട് നിലകൊള്ളുന്ന ഏറ്റവും നല്ല അവതാരകരിൽ അല്ലെങ്കിൽ ഒരു അഭിമുഖ കലാകാരന്മാരിൽ ഒരുവൻ എന്ന് പറയാൻ കഴിയുന്ന ദ ക്യൂ എന്ന് പറയുന്ന ചാനലിലെ മനീഷിന് ഒരു അവസരം കൊടുക്കുന്നു. മനീഷുമായി അഭിമുഖ സംസാരത്തിന് ഇരുന്നു കൊടുക്കുന്ന ശ്രീ പിണറായി വിജയൻ. അപ്പോൾ വളരെ ആത്മാർത്ഥമായി അദ്ദേഹത്തിൻ്റെ PR ഏജൻസി കൃത്യമായി ആളുകളെ തിരഞ്ഞെടുത്ത് ജനമനസ്സുകളിലേക്ക് പിണറായി വിജയനെ പുനഃപ്രതിഷ്ഠിക്കാനുള്ള പരിശ്രമം PR ഏജൻസി വളരെ നന്നായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷാരിഖ് ഷംസുദ്ദീൻ, അദ്ദേഹത്തിനും അഭിമുഖ സംസാരത്തിനുള്ള അവസരം കൊടുത്തു. അദ്ദേഹത്തിൻ്റെ ചാനലിലും പിണറായി വിജയൻ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്നു. അപ്പോൾ ആദ്യം മോഹൻലാലിലൂടെ വന്നു, സാമ്പ്രദായിക ചാനലുകളിൽ മാത്രം അല്ലാതെ യൂട്യൂബിലേക്ക് മനീഷിലൂടെ ദ ക്യൂ എന്ന് പറയുന്ന ചാനലിലേക്ക് അദ്ദേഹം വന്നു. അതിനുശേഷം സുജിത് ഭക്തനിലേക്ക് എത്തി, പിന്നീട് ഷാരിഖ് ഷംസുദ്ദീനിലൂടെ വന്നു. അങ്ങനെ വളരെ മനോഹരമായി ഏത് പിണറായി വിജയനെയാണ് 2026 അവതരിപ്പിക്കേണ്ടത് എന്ന് പറയുന്ന വളരെ രസകരമായ രീതിയിൽ അതിനെ കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടു. PR പ്രവർത്തനം, ഞാനൊരു PR മേഖലയിൽ കുറച്ചു കാലം പ്രവർത്തിച്ച പരസ്യ ഏജൻസിയിൽ ജോലി ചെയ്തിട്ടുള്ള ഒരാളായതുകൊണ്ട് ഞാനത് വളരെ ആസ്വദിച്ച് കണ്ടു. വളരെ മനോഹരമായിട്ട് അവരുടെ CPMൻ്റെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ PR ഏജൻസി വളരെ മനോഹരമായി അവരവരുടെ ജോലി ചെയ്തു. മേടിച്ച കാശിനുള്ള പണി അവർ ചെയ്തു. കടക്കൂപ്പുറത്ത് എന്ന് പറയുന്ന ആ ഒരു ഏറ്റവും മോശം പേര് പിണറായി വിജയന് നേടിക്കൊടുത്തിട്ടുള്ള ആ ഒരു പ്രയോഗത്തെ പോലും സുജിത് ഭക്തനിലൂടെ പുനരവതരിപ്പിച്ചുകൊണ്ട് വേറൊരു മാനം നൽകി, അല്ലേ? യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. PR പ്രവർത്തനത്തിലൂടെ അല്ലെങ്കിൽ PR പാണന്മാർ പാടുന്ന പാട്ടിലൂടെ ആണോ ഒരു വ്യക്തിയെ മനസ്സിലാക്കേണ്ടതെന്നുള്ള ഒരു ചോദ്യം നമ്മൾ സമ്മതിദായകർ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ ഇപ്പോൾ കൊണ്ടു നടക്കുന്ന അഭിപ്രായങ്ങളൊന്നും നമ്മളുടേത് തന്നെ ആവണമെന്ന് യാതൊരു നിർബന്ധവുമില്ലാത്തൊരു കാലത്താണ് നമുക്കിഷ്ടപ്പെട്ട, നമ്മൾ ബഹുമാനിക്കുന്ന, നമ്മൾ ആദരിക്കുന്ന, നമ്മൾ ആരാധിക്കുന്ന ആരുടെയെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ നമ്മുടേതായിട്ട് മാറുന്നില്ലേ? അങ്ങനെ മാറ്റപ്പെടുന്നില്ലേ നമ്മളറിയാതെ? ഞാൻ പറഞ്ഞത് ഇത്ര മാത്രമേ ഉള്ളൂ. പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ തനത് സ്വഭാവം PR പ്രവർത്തനത്തിലൂടെ അല്ല പുറത്തു വരുന്നത്. മോഹൻലാലിൻ്റെ കൂടെ ഇരുന്ന് ചിരിച്ച, സുജിത് ഭക്തൻ്റെ കൂടെ ഇരുന്ന് സന്തോഷിച്ച, ഷാരുഖ് ഷംസുദ്ദീനിലൂടെ വളരെ വളരെ ഗംഭീരമായ ഒരു മുഖം നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുള്ള ശ്രീ പിണറായി വിജയൻ തീർച്ചയായിട്ടും ഒരു സാധാരണ മനുഷ്യനോട് പറയുന്നത് എന്താണ്? അതങ്ങ് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്നാണ്. അവിടെ PR നിർദ്ദേശങ്ങളൊന്നുമില്ല. PR കലാകാരന്മാരുടെ സേവനം അദ്ദേഹത്തിന് ലഭിക്കുന്നില്ല. സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ, ഇവരെയൊക്കെ ശരിക്കും പറഞ്ഞാൽ PR ഏജൻസികൾ മുഖം മിനുക്കി നമ്മളുടെ മുന്നിലേക്ക് ഇട്ടു തരികയാണ്. അതിനവർ കാശ് വാങ്ങുന്നുണ്ട്. നമ്മൾ കാണുന്ന അഭിമുഖ സംസാരങ്ങൾ മുഴുവൻ വളരെ തിരക്കഥാനിർമ്മിതമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. എന്ത് ചോദിക്കണം, ഞാൻ എന്തു പറയണം,
ഇതെല്ലാം കൃത്യമായ രീതിയിലുള്ള PR നിർദ്ദേശങ്ങളുടെ അനുസരണമായി മാത്രം സംഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉൾപ്പെടെ അത് മുഴുവൻ സ്ക്രിപ്റ്റഡ് ആണ്. അങ്ങനെയാണ് പ്രൊഫഷണലായ രീതിയിൽ PR പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അങ്ങനെ ചെയ്തവരെ വിജയിച്ചിട്ടുള്ളൂ. PR ഏജൻസികളുടെ സഹായം കൂടാതെ എളുപ്പത്തിൽ ജനകീയനാവാൻ ഇന്ന് സാധ്യമല്ല. ഇത്രയും ഞാൻ പറഞ്ഞു വന്നത്, പിണറായി വിജയനാവട്ടെ CPM ആവട്ടെ വളരെ മനോഹരമായിട്ട് PR പ്രവർത്തനം കൊണ്ടു നടക്കുന്ന കൂട്ടരാണ്. അതിലവർ വിജയിക്കുന്നുമുണ്ട്. എന്നാൽ ദൗർഭാഗ്യവശാൽ ശ്രീമതി R ശ്രീലേഖ, അതുപോലെ തന്നെ മറ്റ് BJP നേതാക്കൾ കൃത്യമായ നിലയിലുള്ള ഒരു ഗംഭീര PR പ്രവർത്തനത്തിലൂടെ ജനമനസ്സുകളിലേക്ക് ഇറങ്ങിത്തിരിക്കാനുള്ള ബുദ്ധി, കൗശല ബുദ്ധി അധികം കാണിക്കുന്നില്ല എന്ന് തോന്നുന്നു. R ശ്രീലേഖ ശ്രീ ഷാജൻ സ്കറിയയുമായി നടത്തുന്ന സംസാരം കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഒരു പരിമിതി എന്നല്ല, വേറൊരു തരം പ്രേക്ഷക സമൂഹത്തിലേക്ക് ശ്രീലേഖയെ അവതരിപ്പിക്കുക എന്നുള്ള ഉദ്ദേശമായിരിക്കാം അദ്ദേഹത്തിനുള്ളത്. അതല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു സംഘികളുടെ ഒരു ദേശാഭിമാനിയാണ് മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഒരു തോന്നൽ സംഘികൾക്ക് പൊതുവേ ഉള്ളത് കൊണ്ടായിരിക്കാം BJP നേതാക്കൾ കൂടുതലായിട്ടും അത്തരം ഒരു പ്ലാറ്റ്ഫോമിലൂടെ പുറത്തു വരാൻ ശ്രമിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് വലിയ സ്വാധീന ശേഷിയുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത്, ഞാൻ കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല പറയുന്നത്, ചില ചോദ്യങ്ങൾ നേരിടുമ്പോൾ ശ്രീലേഖ എന്ന് പറയുന്ന ആ ഒരു മുൻ DGP ആയിരുന്ന വ്യക്തി അപാരമായ നിഷ്കളങ്കമായി മറുപടി കൊടുക്കുമ്പോൾ, സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പല ചോദ്യങ്ങൾക്കും മുന്നിൽ ഈശ്വര ഇവർ പെട്ടുപോകുമോ എന്ന് പറയുന്ന ആശങ്ക എൻ്റെ ഉള്ളിൽ തോന്നി. ഞാൻ അതാണ് പറയുന്നത്, എന്തും ചോദിക്കാൻ അനുവദിക്കരുത്. അത് ഏത് മാധ്യമപ്രവർത്തകനോടായാലും എന്തും ചോദിക്കാൻ അനുവദിക്കരുത്. കാരണം ഞാനിത് വളരെ സതുദ്ദേശപരമായിട്ടാണ് സംസാരിക്കുന്നത്. ഈ ഒരുപാട് കാലം മുമ്പുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ R ശ്രീലേഖയുടെ ഔദ്യോഗിക ജീവിതകാലത്ത് അവർ പാൻറ് ധരിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ഔദ്യോഗിക യൂണിഫോം ധരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പുരുഷ ഉദ്യോഗസ്ഥന്മാരുടെ ഇടപെടലുകൾ അല്ലെങ്കിൽ അവരുടെ കമൻറ്റുകൾ അതിനെക്കുറിച്ചൊന്നും നമ്മളിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരം ഇച്ചിച്ചി വർത്തമാനങ്ങൾക്കകത്ത് എന്ത് പ്രസക്തിയാണ് ഈ ഒരു കാലഘട്ടത്തിലുള്ളത്? ആദ്യകാലത്ത് പാൻറ് ഇട്ടുകൊണ്ട് നടക്കുന്ന ഒരു പെൺകുട്ടിയെ അത്ഭുതത്തോടെ നോക്കുന്ന ഒരു സമൂഹമായിരുന്നു നമ്മുടേത്. അതൊരു കാലത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ അങ്ങനെയാണ്. പക്ഷെ ഇന്ന് ആരെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഒരു കൗതുകം അവിടെ കാണിക്കുന്നുണ്ടോ? വളരെ ചെറിയ നിക്കർ മാത്രം ഇട്ടുകൊണ്ട് ഈ തിരുവനന്തപുരത്തൂടെ പെൺകുട്ടികൾ നടക്കുന്നുണ്ടല്ലോ. പണ്ട് കാലത്ത് ഇതുപോലുള്ള ഒരു നോട്ടമോ അതല്ലെങ്കിൽ കൗതുകമോ ഉള്ളിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ഒരു പക്ഷേ ആൾക്കാരുണ്ടെങ്കിലും പുറത്തേക്ക് അങ്ങനെ കണ്ണ് വികസിക്കാറില്ല പുരുഷന്മാരുടെ അത്ര കണ്ട്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ചില പരിമിതികളെ നമ്മൾ ഇനി ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. പഴയ ഉദ്യോഗസ്ഥന്മാർ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഇത്ര മാത്രമേ ഉള്ളൂ. ഞാനത് കൂടുതൽ വിശദീകരിക്കാൻ പോലും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അത്തരം സംസാരങ്ങൾ ഒഴിവാക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ അവിടെയാണ് ഞാൻ പറഞ്ഞ ഒരു PR പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വേണം എനിക്ക് ഇന്ന കാര്യങ്ങൾ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് അവതരിപ്പിക്കാനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇന്ന ചോദ്യങ്ങൾ എനിക്ക് ഈ രീതിയിൽ ഉത്തരം നൽകാൻ കഴിയുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാവണം എന്ന് പറഞ്ഞുകൊണ്ട് പക്ക ഒരു പ്രൊഫഷണൽ രീതിയിൽ തന്നെ വേണം ആ കാര്യങ്ങളെ കൊണ്ടുപോകാൻ. അതേപോലെ തന്നെ അങ്ങനെ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദ്യം ചോദിക്കുന്ന വ്യക്തി ആ ചോദിക്കുന്ന ചോദ്യത്തെ മാത്രമല്ല ആ ചോദിക്കാൻ അവർ ഉപയോഗിക്കുന്ന ചിന്തയെ കൂടി കണ്ടുകൊണ്ട് വേണം ഉത്തരം നൽകാൻ. ചോദ്യത്തിന് മാത്രം ഉത്തരം കൊടുത്താൽ പോരാ, എന്തിനത് ചോദിച്ചു എന്ന് പറയുന്ന ഒരു ആലോചന കൂടി അവിടെ വരണം. അപ്പോൾ ഈ ചോദ്യം ചോദിക്കാൻ അദ്ദേഹം എടുക്കുന്ന ചിന്തയെ നമുക്ക് കാണാൻ കഴിയണം. ചോദ്യം കേട്ടാൽ പോരാ, ചോദ്യം ചോദിക്കാനായി അദ്ദേഹം നടത്തുന്ന ചിന്തയെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുമ്പോൾ മാത്രമേ ഇലക്ഷൻ്റെ പ്രചരണം കേൾക്കാൻ പറ്റുന്നുണ്ടാവും. ഇലക്ഷൻ പ്രചാരണ വാഹനമാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചിന്ത നമുക്ക് കാണാൻ പറ്റണം, എങ്കിൽ മാത്രമേ രക്ഷപ്പെട്ടു പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. ചില ചോദ്യങ്ങൾ ശരാശരി നിലവാരത്തിന് താഴെ പോയി എന്ന് പറയുന്ന ഒരു വിചാരം എനിക്കുള്ളത് കൊണ്ട് ഞാനത് പറഞ്ഞത്. അതിനെയാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയുള്ള വിമർശനങ്ങൾ തീർച്ചയായിട്ടും നടത്തുന്നത് കുറ്റകരമായ ഒരു കാര്യമായിട്ടോ വെറുപ്പ് കൊണ്ടോ വിരോധം കൊണ്ടോ ആണെന്ന് വിചാരിക്കരുത്. ആത്മാർത്ഥത കൊണ്ട് പറയുന്നതാണ്. പണ്ട് കാലത്തൊന്നും ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു അസുഖം വരുമ്പോൾ ഏതെങ്കിലും ഒരു ഡോക്ടറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ ശരീരം മുഴുവനായിട്ട് ഒരു ഡോക്ടറെ മുന്നിലേക്ക് പോകുന്നു. പല്ലിനും എല്ലിനും കണ്ണിനും ഒക്കെ മാത്രമേ ഉള്ളൂ
പ്രത്യേക ഡോക്ടർമാർ. ബാക്കി ശരീരഭാഗങ്ങൾ മുഴുവൻ നോക്കുന്നത് ഒരു ഒറ്റ ഡോക്ടറായിരുന്നു അല്ലേ, ഏതാണ്ട് കുറേ കാലം മുമ്പ് വരെ. ഇപ്പോൾ പിന്നെ ഓരോ അവയവത്തിനും വളരെ ചികിത്സാ വൈദഗ്ധ്യം നേടിയിട്ടുള്ള ഡോക്ടർമാരുണ്ട്. എന്ന് പറഞ്ഞ പോലെ ജേർണലിസ്റ്റുകളിൽ തന്നെ ഓരോ വിഭാഗത്തിനും ഓരോ തരത്തിൽ, അതായത് ഇപ്പോൾ കായിക ജേർണലിസം നടത്തുന്നവരുണ്ട്, ധനപരമായ കാര്യങ്ങൾ സംസാരിക്കുന്നവരുണ്ട്, രാഷ്ട്രീയം സംസാരിക്കുന്നവരുണ്ട്. അങ്ങനെ ഓരോ വിഭാഗവും അതിൽ തന്നെ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ജേർണലിസ്റ്റുകളുണ്ട്. എന്നാൽ ആ കാലം മാറിക്കൊണ്ട് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു കച്ചവടവും കൂടിയാകുമ്പോൾ യൂട്യൂബ് ചാനലുകളിൽ പോഡ്കാസ്റ്റ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായത്തിൻ്റെ ഭാഗമാകേണ്ട ഒരു ഗതികേടിലേക്ക് എല്ലാ ജേർണലിസ്റ്റുകളും വരികയാണ്. സുജിത് ഭക്തൻ സഞ്ചാരിയാണ്, പക്ഷെ അദ്ദേഹത്തിനും വരുമാനം വേണമെന്നുണ്ടെങ്കിൽ ചാനൽ കുറച്ചുകൂടി വിപുലപ്പെടുത്തണം, വൈവിധ്യമുള്ള കോണ്ടന്റുകൾ വരണം. സ്വാഭാവികമായിട്ടും അദ്ദേഹവും പോഡ്കാസ്റ്ററായി. കാരണം ഒരുപാട് ബന്ധങ്ങളുണ്ട്, ഒരുപാട് ആളുകൾ വിളിച്ചാൽ വിളിപ്പുറത്ത് ആളുകൾ എത്തും. നമ്മുടെ ഇദ്ദേഹം കാർത്തിക് സൂര്യ, ഇതൊക്കെ ഒരു കാലത്തിൽ, ഒരു തുടക്കകാലത്ത് സാമൂഹ്യ മാധ്യമങ്ങളുടെ ആരംഭകാലത്ത് അതിൽ പ്രവേശിച്ച് അതിൽ വിജയം നേടിയ ആളുകളാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക രംഗത്ത് വലിയ നിലയിലുള്ള പ്രാവീണ്യം നേടി അതിനകത്ത് വലിയ വേരോട്ടം ഉണ്ടാക്കി എടുത്തതിന് ശേഷം വരുന്നവരല്ല, വന്ന് തെളിഞ്ഞു വന്നവരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെതായിട്ടുള്ള പരിമിതികൾ എപ്പോഴും ഉണ്ടാവും. ഞാൻ പറഞ്ഞു വന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. സാമൂഹ്യ മാധ്യമങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ഇലക്ഷൻ പ്രചാര വേലകൾ നടത്താൻ ഒരു പാർട്ടിക്കും ഇനിയുള്ള കാലത്ത് സാധിക്കില്ല. ഇതിനെ മാറ്റിവെക്കാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ നിലവാരം എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുമെന്ന് പറയുന്ന നിരന്തരമുള്ള അധ്വാനം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന, സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്ന, നവമാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കണം, അവനവന് മെച്ചപ്പെടാൻ വേണ്ടുന്ന പരിപാടികൾ. അപ്പോൾ ഒരു പോഡ്കാസ്റ്റ് എന്ന് പറയുന്ന ഒന്നിലേക്ക് നമ്മൾ തിരിയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിനിണങ്ങുന്ന തരത്തിലുള്ള ഒരു സ്വഭാവ സവിശേഷത കൊണ്ടുവരാനായിട്ട് പരിശ്രമിക്കുന്നത് നല്ലതാണ്. അത് അതിൻ്റെ നിലവാരത്തെ ഉയർത്തും. എപ്പോഴും നമ്മൾ ഒരു വ്യക്തിയെ കൊണ്ടുവന്ന് കുടുക്കിൽപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചു വിടാതിരിക്കുക എന്ന് പറയുന്നത് നല്ലതാണ്. കാരണം ഒരു ചോദ്യകർത്താവിൻ്റെ മുന്നിലേക്ക് ഒരു വ്യക്തി വരുന്നത് അത് നിഷ്കളങ്കയായിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ നിഷ്കളങ്കനായിട്ടുള്ള ആരോ ആയിക്കോട്ടെ, നിഷ്കളങ്കയോ നിഷ്കളങ്കനോ ആവട്ടെ, ആരായാലും അവരുടെ ഒരു പൊതു ഇടത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിൽ അവരെ കൊണ്ടുപോയി കൊലയ്ക്ക് കൊടുക്കുന്ന പരിപാടികൾ ആരും തന്നെ ചെയ്യരുത്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മമായി, വളരെ ആലോചിച്ചുറപ്പിച്ച്, പറ്റുമെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ധാരണയിലെത്തിക്കൊണ്ട്, കാരണം ഇത് ഇലക്ഷന് മുന്നോടിയായിട്ടാണ് ഈ പറയുന്ന പരിപാടി നടത്തപ്പെടുന്നത്. അതുകൊണ്ടുകൂടിയാണ് ഞാൻ പറയുന്നത്. ഇലക്ഷൻ തൊട്ടടുത്തെത്തി, അതിന് മുന്നോടിയായിട്ട് വളരെ സുദീർഘമായിട്ടുള്ള ഒരു സംസാരം നടത്തിക്കൊണ്ട് പോകുമ്പോൾ അത് വളരെ വേഗം മനുഷ്യരുടെ ഉള്ളിലേക്ക് തറയും. അപ്പോൾ പ്രിയവും അപ്രിയവും ഒക്കെ ഉണ്ടാകാം. ഇഷ്ടമുള്ള ഒരാളോട് ഇഷ്ടക്കേടുണ്ടാവാനും ഇഷ്ടക്കേടുണ്ടായിരുന്ന ഒരാളോട് ഇഷ്ടമുണ്ടാവാനും ഒക്കെ ഇത് സഹായിക്കും. ആ ഒരു ശ്രദ്ധ തീർച്ചയായിട്ടും എല്ലാവരും ഇനിയുള്ള സമയത്തെങ്കിലും ഇതൊരു PR-ൻ്റെ ഭാഗമായിട്ട് തന്നെ വേണം നടത്താൻ. ഞാനിത് പറയാൻ കാരണം ഒന്നേ ഉള്ളൂ. ഈ ഒരു അഭിമുഖ സംസാരം കേട്ടുകൊണ്ട് ഒരാൾ പോലും ശ്രീലേഖ എന്ന് പറയുന്ന വ്യക്തിയോട് ഒരു തരത്തിലുള്ള മതിപ്പ് കുറവും പുലർത്തരുത്. അവരിതല്ല, അവർ ഗംഭീരമായിട്ട് പ്രവർത്തിക്കും എന്നുള്ള യാതൊരു സംശയവുമില്ല. അവർ തെളിഞ്ഞു വരും, അവർ പഠിച്ചു വരും. കള്ളത്തരം മാത്രം പഠിക്കാതിരിക്കട്ടെ, തസ്കരാസക്തി മാത്രം ഉണ്ടാവാതിരിക്കട്ടെ. കാരണം ഒരു പോലീസുകാരിയായി അത്ര ഉയർന്ന ഒരവസ്ഥയിലിരിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ആലോചിക്കുക പോലും വേണ്ട. അവർ വളരെ ഗംഭീരമായിട്ട് പ്രവർത്തിച്ചോളും. BJPക്ക് മുന്നോട്ടുള്ള കാലങ്ങളിൽ BJPയുടെ വളർച്ചയ്ക്ക് വളരെ ഗുണപരമാവുന്ന നിലയിലുള്ള സംഭാവനകൾ നൽകാൻ ഉറപ്പായിട്ടും കഴിയുന്ന ഒരു വ്യക്തിയായിരിക്കും തീർച്ചയായിട്ടും ശ്രീലേഖ എന്നുള്ള വിചാരം വെച്ച് പുലർത്തിക്കൊണ്ടാണ് ഞാനിത് പറയുന്നത്. അതായത് പറഞ്ഞതിൻ്റെ ചുരുക്കം ഇത്ര മാത്രമേ ഉള്ളൂ. വീണ്ടും ഒരിക്കൽ കൂടി പറയുന്നു, തെറ്റിദ്ധാരണ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്. CPM അതിശക്തമായി PR പ്രവർത്തനത്തിലൂടെ ജനമനസ്സുകളിലേക്ക് കടന്നുകൂടാൻ ശ്രമിക്കുമ്പോൾ BJPയും തീർച്ചയായിട്ടും അതുപോലെ തന്നെ വളരെ ഗൗരവത്തോടെ ഇത്തരം അഭിമുഖ സംസാരങ്ങളെ കണക്കിലെടുത്തുകൊണ്ട് അതിനെ ഒരു PR സ്വഭാവം നൽകിക്കൊണ്ട് വായിൽ വരുന്നതൊക്കെ തന്നെ പറയാനും ചോദിക്കുന്നത് എല്ലാത്തിനും ഉള്ളിൽ ആലോചന കൂടെ ഉത്തരം പറയാനും അങ്ങനെയുള്ള ഒരു അതിവൈകാരികമായിട്ട് പോവാതെ ഇതിനകത്ത് കുറച്ചുകൂടി ഗൗരവ സ്വഭാവത്തോടുകൂടി ഇതിനെയൊക്കെ നേരിടുക. കാരണം ഈ സമയത്താണ് ഈ ഒരു പോഡ്കാസ്റ്റ് സംഭവിച്ചിരിക്കുന്നത്. ഇലക്ഷൻ ഇങ്ങോട്ട് എത്തി നിൽക്കുന്ന ഈ ഒരു സമയത്ത്
ബാലിശമായ കാര്യങ്ങൾ സംസാരിക്കാതെ കുറച്ചുകൂടി ഗൗരവ സ്വഭാവത്തോടുകൂടി കുറേ കൂടി ഒരു പ്രിയം ഉണ്ടാവുന്ന, വട്ടിയൂർക്കാവിലെ ജനങ്ങൾക്ക് കൂടുതൽ പ്രിയം തോന്നുന്ന വിധത്തിലുള്ള ഒരു ചോദ്യമാവണം, ഉത്തരമാവണം സംഭവിക്കേണ്ടതെന്ന് പറയുന്ന വിചാരത്തോടു കൂടി വേണമായിരുന്നു ഇതുപോലുള്ള സംസാരങ്ങൾ നടത്താൻ. ഇനിയെങ്കിലും അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നീട് ഞാൻ ശ്രദ്ധിച്ചു, ഷാജൻ പറഞ്ഞു ടോമിന് എന്നെ ഫോൺ വിളിച്ച് എന്നെ കൊണ്ട് ചെയ്യിച്ചതാണ് എന്നുള്ളത്. അത് ശരിയല്ല. ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ആ വീഡിയോ ചെയ്തത്. തെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് മനുഷ്യ സഹജമാണ്. പക്ഷെ അത് തിരുത്തി പറയാനോ ആ ചെയ്തത് തെറ്റാണെന്ന് അംഗീകരിക്കാനോ പൊതുവെ എല്ലാവർക്കും ഒരു വിഷമം കാണും. എനിക്ക് ആ വിഷമം ഇല്ല. ഒരു തെറ്റ് ചെയ്തു എന്ന് ബോധ്യപ്പെട്ടാൽ ഞാനത് തിരുത്താറുണ്ട്, മാപ്പ് പറയാറുണ്ട്, പരമാവധി അതിൻ്റെ പ്രായശ്ചിത്തം ചെയ്യാറുമുണ്ട്. പലരും വിളിച്ച് എന്നോട് ചോദിക്കുന്നുണ്ട്, ആരാണ് ആ പോലീസ് ഉദ്യോഗസ്ഥൻ, ആരാണ് ആ രാഷ്ട്രീയക്കാരൻ, ആരാണ് ആ സബോർഡിനേറ്റ് ഓഫീസർ. അതൊരു വൃത്തികെട്ട പരിപാടിയല്ലേ? ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പണ്ട് സംഭവിച്ചതാണ്. ഇപ്പൊ നിങ്ങൾ അതിനി ചെകയരുത്. ഞാൻ നേരിട്ട കുറച്ച് അനുഭവങ്ങൾ പങ്കുവെച്ചു എന്നതിലുപരി ഇത് ആരുടെയും പേര് പറയാനോ ആരെയും വ്യക്തിഹത്യ നടത്താനോ വേണ്ടി കൊടുത്ത ഒരു ഇന്റർവ്യൂവേ അല്ല. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഒരാളുടെ അഭിമുഖ സംസാരം കേട്ടുകൊണ്ട് അതാണ് അവർ എന്ന് വിചാരിക്കുകയേ വേണ്ട. ഇതൊക്കെ സംഭവിച്ചു പോകുന്നതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും വട്ടിയൂർക്കാവിൽ ഉറപ്പായിട്ടും ആർ ശ്രീലേഖ എന്ന് പറയുന്ന ആ വ്യക്തിക്ക് ഒരവസരം സമ്മതിദായകർ കൊടുക്കണം. അതിന് രാഷ്ട്രീയം നോക്കേണ്ടതില്ല. കാരണം ഉറപ്പായും അവർക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കും. അവർ തീർച്ചയായിട്ടും വിജയിച്ചു വരണമെന്ന് പറയുന്ന ആഗ്രഹം പങ്കുവെച്ചുകൊണ്ട് ആ സമ്മതിദായകർ, ആ നാട്ടിലുള്ള സമ്മതിദായകരോട് വളരെ സ്നേഹപുരസ്സരം പോകാൻ അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും വട്ടിയൂർക്കാവിൽ നിന്ന് വിജയിച്ചു വരേണ്ട വ്യക്തി അവർ തന്നെയാണ് എന്ന് പറയുന്ന വിചാരമാണ് എനിക്കുള്ളത്. പിന്നെ VKP ഓക്കെയാണ് എന്ന് പറയുന്ന പരസ്യങ്ങൾ ധാരാളമായിട്ട് കാണുന്നുണ്ട്. പൃഥ്വിരാജിൻ്റെ അത്രമാത്രം വലിയ ഇലുമിനാറ്റി ഒന്നും നമ്മുടെ കൈവശം ഇല്ലെങ്കിൽ പോലും ചില ഇലുമിനാറ്റിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ആ പോസ്റ്റർ കണ്ടപ്പോൾ ആ പോസ്റ്റർ ഡിസൈൻ ചെയ്ത ഏജൻസിയോട് ഒരു ചെറിയ സ്നേഹമൊക്കെ എനിക്ക് തോന്നി. മിടുക്കരാ, നല്ല ആൾക്കാരാണ്. കാരണം 5 കൊല്ലം വട്ടിയൂർക്കാവിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ VKP ഓക്കെയാണ് എന്ന് പറയുന്ന ആ പോസ്റ്റർ. മിക്ക പോസ്റ്ററുകളിലും കൈകെട്ടി നിൽക്കുകയാണ് VKP ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് കഴിഞ്ഞ 5 കൊല്ലവും ഒന്നും ചെയ്യാതെ വെറുതെ കൈകെട്ടി അങ്ങനെ നിന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ. വട്ടിയൂർക്കാവ് മണ്ഡലത്തിലുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് അതറിയാം എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ലേ പറയാനുള്ളൂ. കാര്യമായിട്ട് 5 കൊല്ലം എന്തെല്ലാം ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ 800 രൂപ വാടകയ്ക്ക് ശാസ്തമംഗലത്ത് അങ്ങനെ ആ ഒരു കോർപ്പറേഷൻ്റെ ഓഫീസിൽ ഇരുന്നു MLA ആയി എന്ന് ചിലരെങ്കിലും പറയുന്നുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, അവിടെ ഒരു പ്രശ്നം ഉണ്ടായ സമയത്ത് ഒരു കാരണവശാലും ഓഫീസ് ഒഴിഞ്ഞു കൊടുക്കില്ല എന്ന് പറഞ്ഞ VKP അധികം താമസിയാതെ ആ തീരുമാനം മാറ്റിയിട്ട് അവിടെ നിന്ന് ഒഴിഞ്ഞു കൊടുത്തു. നല്ലതാണ്, അത് ഒഴിഞ്ഞു കൊടുക്കേണ്ടതായിരുന്നു, നല്ലതാണ്. എന്തായാലും ഈ സംസാരം അവസാനിപ്പിക്കുന്നതിന് മുന്നോടിയായി പോകാൻ ഒരു കാര്യം കൂടി പറയാം. അതായത് MLA ആയിട്ടുള്ള നമ്മുടെ VKP വെറും 800 രൂപ വാടക കൊടുത്തുകൊണ്ടിരുന്ന ഓഫീസിന്റെ മൂലയിലേക്ക് ശ്രീമതി ആർ ശ്രീലേഖ കൗൺസിലറായി ജയിച്ചു വന്നപ്പോൾ അദ്ദേഹം ആ ഓഫീസും പറിച്ചുകൊണ്ട് പോയി. എന്ന് പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം MLA ആയിരിക്കുന്ന നിയോജക മണ്ഡലത്തിലേക്ക് സ്ഥാനാർത്ഥിയായി ശ്രീമതി ആർ ശ്രീലേഖ വരുമ്പോൾ നാളെ ഒരു സമയത്ത് ഈ VKP ഓക്കെ എന്ന് പറയുന്ന ആ പരസ്യവാചകത്തെ അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലെ സമ്മതിദായകർ നൽകണം എന്ന് പറയുന്ന ഒരു ആഗ്രഹം പോകാനുണ്ട്. അതായത് VKP ഓക്കെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VK പ്രശാന്തിനെ ഓടിച്ചു കണ്ടം വഴി എന്ന് പറയുന്ന നിലയിലേക്ക് ഒരു വലിയ വിജയം നമ്മുടെ ശ്രീമതി ആർ ശ്രീലേഖയ്ക്ക് നൽകാൻ കഴിയുന്നതായിട്ടുള്ള ബുദ്ധി തീർച്ചയായിട്ടും വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലെ സമ്മതിദായകർ കാണിക്കട്ടെ എന്ന് പറയുന്ന ആഗ്രഹം പങ്കുവെച്ചുകൊണ്ട് പോകാൻ ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഉന്നത പദവിയിലിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയം പഠിച്ചു വരാൻ, ജനങ്ങളോടുള്ള ഇടപഴകലുകൾ പഠിച്ചു വരാൻ ഒരു കുറച്ച് സമയം എടുക്കുമായിരിക്കാം. എന്തായാലും അതിനുള്ള അവസരം അവർക്കുണ്ട്, അതിനുള്ള കഴിവും അവർക്കുണ്ട്. അതുകൊണ്ട് ആ അവസരം അവർക്ക് വിനിയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സമ്മതിദാനം വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലെ സമ്മതിദായകർ നൽകട്ടെ എന്ന് പറയുന്ന ഒരു ആഗ്രഹം പങ്കുവെച്ചുകൊണ്ട് പോകുന്ന ഈ സംസാരം ഇവിടെ നിർത്തുകയാണ്. വളരെ സന്തോഷം. ഞാൻ നേരിട്ട കുറച്ച് അനുഭവങ്ങൾ പങ്കുവെച്ചു എന്നതിലുപരി ഇത് ആരുടെയും പേര് പറയാനോ ആരെയും വ്യക്തിഹത്യ നടത്താനോ വേണ്ടി കൊടുത്ത ഒരു ഇന്റർവ്യൂവേ അല്ല. ഞാൻ ഇത്തരം പ്രതിസന്ധികളിലൂടെ കടന്നു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയധികം ധൈര്യം ഇപ്പോൾ ഉള്ളത്. ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ എന്നുള്ള മട്ടിലാണ് ഞാൻ അത് പറയാൻ ശ്രമിച്ചത്. പക്ഷെ അതിപ്പോൾ വേറെ രീതിയിലായി മാറി.